വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുടുംബ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കുടുംബ ധ്യാനത്തിൻ്റെ പേര് വിശുദ്ധ കുടുംബം, അനുഗ്രഹീത കുടുംബം എന്നാണ്. ഒരു വിശുദ്ധ കുടുംബത്തിന് മാത്രമേ അനുഗ്രഹീത കുടുംബമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും എന്നും എപ്പോഴും ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവവചനത്തിലൂടെ ദൈവം നമ്മളെ ഒരുക്കുന്ന സമയമാണിത്. കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൈവജനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നീ അത്ഭുതകരമായി നിന്റെ പ്രവൃത്തി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ച് ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, എന്നെ മുൻപിലായിരിക്കുന്ന ഓരോ ദമ്പതികളെയും നീ തൊടണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ വേദനകൾ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ. നീ അവർക്ക് ആശ്വാസമായി സൗഖ്യമായി മാറണമേ. തകർന്ന കുടുംബ ജീവിതങ്ങളെ പണിതുയർത്തണമേ. നിന്റെ സ്വർഗത്തിന്റെ കൃപ കൊണ്ട്, സ്വർഗത്തിന്റെ മഹത്വം കൊണ്ട്, അഭിഷേകം കൊണ്ട് ഓരോ ദമ്പതികളെയും കുടുംബങ്ങളെയും മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം.
പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം ദൈവം നൽകുന്ന ജീവിത പങ്കാളി എന്നാണ്. ദൈവം നൽകുന്ന ജീവിത പങ്കാളി. നമ്മുടെ ജീവിത പങ്കാളികളെ ദൈവം നൽകണം. ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ ജീവിത പങ്കാളി ഒരു അനുഗ്രഹമായി ഓരോ വ്യക്തികൾക്കും മാറുന്നത്. ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ, ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവം നൽകുന്ന പങ്കാളി എന്നും എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആദത്തെ നോക്കുക. ഏദൻ തോട്ടത്തിലൂടെ ആദം തനിക്ക് പറ്റിയ ഇണയെ അന്വേഷിച്ചു നടക്കുകയാണ്. കാരണം അവൻ നോക്കുമ്പോൾ മൃഗങ്ങളെല്ലാം ഇണ ചേരുന്നു. ഓരോരുത്തർക്കും ഇണയുണ്ട്. തന്നെ തന്നെ ഇണകള് ചേർന്നാണ് എല്ലാ മൃഗങ്ങളും നടക്കുന്നത്. അപ്പൊ താൻ മാത്രം ഏകനായിരിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആദാം എന്ത് ചെയ്തു? ആദാം തനിക്ക് പറ്റിയ ഒരു ഇണയെ അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും കണ്ടെത്തുവാൻ അവന് സാധിച്ചില്ല. അവൻ നിരാശനായി, അവൻ ദുഃഖിതനായി. അവൻ ഏകാന്തതയിൽ ആയിരുന്നപ്പോൾ, ഏകാന്തതയിൽ ചെലവഴിച്ചപ്പോൾ ദൈവം അവന്റെ ഏകാന്തതയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അവന്റെ ഏകാന്തതയെ കണ്ടു. ദൈവം പറയുകയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിലെ 18-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലല്ല, അവന് പറ്റിയ തുണയെ ഞാൻ അവനു നൽകും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് പറ്റിയ തുണയെ ഞാൻ നൽകും. മറ്റെല്ലാ ദിവസവും, ഓരോ ദിവസവും ദൈവം തന്റെ സൃഷ്ടികർമ്മം ചെയ്തിട്ട് അതിനുശേഷം ആ സൃഷ്ട വസ്തുക്കളെ നോക്കിയിട്ട് ദൈവം പറയുമായിരുന്നു, എല്ലാം നല്ലതെന്ന് കണ്ടു. 2-ാം ദിവസം എല്ലാം നല്ലതെന്ന് കണ്ടു. 3-ാം ദിവസം എല്ലാം നല്ലതെന്ന് കണ്ടു. അങ്ങനെ ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലത് 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 എന്ന് കണ്ട് അഭിപ്രായം പറഞ്ഞ ദൈവം അതിൻ്റെ താഴെ നല്ലതല്ല എന്നൊരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ദൈവത്തിന് നല്ലതല്ലാത്തതായി തോന്നിയത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത്, ഒറ്റയ്ക്കിരിക്കുന്നത്, തനിച്ചിരിക്കുന്നത് നല്ലതല്ല എന്ന് ഇതാ ദൈവത്തിന് മനസ്സിലായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ അവന് പറ്റിയ ഒരു തുണയെ നൽകും എന്ന് ദൈവം ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ POC ബൈബിളിൽ ഇണയെ നൽകും എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ ഇണ എന്നല്ല അർത്ഥം, പിന്നെയോ തുണ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് വേർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ അവന് പറ്റിയ നല്ല ഒരു പാർട്ട്ണറെ കൊടുക്കും എന്നാണ് പറയുന്നത്. നല്ലൊരു പാർട്ട്ണറെ എന്ന് പറഞ്ഞാൽ ഒരു സഹായിയെ നൽകും, ഒരു തുണയെ നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് മനുഷ്യന് വേണ്ടിയത് ഇണയല്ല, ഒരു തുണയാണ് വേണ്ടിയത്. മൃഗമാണ് ഇണയെ അന്വേഷിക്കുന്നത്. മൃഗങ്ങൾ തുണയെ ഒരിക്കലും അന്വേഷിക്കാറില്ല, അതിന് തുണ വേണ്ട. മൃഗങ്ങൾ ഇണയെ അന്വേഷിച്ച് നടക്കുമ്പോൾ മനുഷ്യൻ ഇണയെ അല്ല അന്വേഷിക്കേണ്ടത്, പിന്നെയോ തനിക്ക് പറ്റിയ ഒരു തുണയാണ്. എന്നും എപ്പോഴും എല്ലായിടത്തും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, തന്നോട് ചേർന്ന് നിൽക്കുന്ന, തന്നോട്
ഒപ്പം ചിന്തിക്കുന്ന, തൻ്റെ പ്രയാസവേളകളിൽ തന്നെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹായകനെയാണ് ജീവിത പങ്കാളിയായി ദൈവം നമുക്ക് നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലരും പ്രിയമുള്ളവരെ, അവർക്ക് ഒരു തുണ വേണ്ട, ഒരു ഇണ മതി. അതുകൊണ്ടാണ് ഇന്ന് പലരും വിവാഹപ്രായമാകുമ്പോൾ അവര് പെണ്ണ് കാണൽ ചടങ്ങ്, പെണ്ണ് കണ്ടു നടക്കുക. എല്ലാ ഞായറാഴ്ചയും പെണ്ണ് കാണൽ ചടങ്ങാ. ചിലര് ഒരു പെണ്ണിനെ കാണുന്നു, അത് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത പെണ്ണിനെ കാണുന്നു, അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആരാനും പറഞ്ഞു ഇന്നടുത്ത് പെണ്ണുണ്ട്, അവിടെ പോയി കാണുന്നു. അവർക്ക് ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. ഇതല്ലെങ്കിൽ അടുത്തത്, അതല്ലെങ്കിൽ അടുത്തയാളെ കിട്ടിയാൽ മതി. കാരണം പല വ്യക്തികളും ഒരു ഇണയെ ആണ് അന്വേഷിക്കുന്നത്. അവർക്ക് ആരെങ്കിലും മതി, എങ്ങനെയെങ്കിലും ഒരാളെ മതി. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മകന് നൽകുന്നത്, ദൈവത്തിന്റെ മക്കൾക്ക് നൽകുന്നത് തുണയെ ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തുണയായിട്ട് വേണം ഭാര്യ വരുവാൻ, ഒരു ഭർത്താവ് വരുവാൻ. തുണയായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ ഉണർത്തുന്ന, നമ്മുടെ പ്രയാസവേളകളിൽ നമ്മളെ താങ്ങായി മാറുന്ന ഒരു തുണയാണ് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന് ദൈവം എന്നാ ചെയ്തു? പ്രിയമുള്ളവരെ, ഈ ആദത്തെ ദൈവം ഉറക്കിക്കിടത്തുകയാണ്. അവനെ ഉറക്കിക്കിടത്തി അവന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ, ഒരു തുണയെ സൃഷ്ടിച്ചു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ആദത്തിന്റെ അഭിപ്രായം ദൈവം ചോദിക്കാൻ നിന്നില്ല, അവന്റെ ഇഷ്ടം ചോദിക്കാൻ പറയാൻ നിന്നില്ല. പിന്നെയോ അവനെ ഉറക്കിക്കിടത്തി. അവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവം തമ്പുരാൻ അവന്റെ വാരിയെല്ല് എടുത്ത് വാരിയെല്ലിൽ നിന്ന് ഇതാ മാംസം വെച്ച് പിടിപ്പിച്ച് അവന് പറ്റിയ ഒരു ജീവിത പങ്കാളിയെ, ഇതാ സ്ത്രീയെ സൃഷ്ടിക്കുക ചെയ്തത്. ഹല്ലേലൂയ. അത് ആ സ്ത്രീ ഹവ്വ ആദത്തിന്റെ അകത്തുണ്ടായിരുന്നു. ആദത്തിന്റെ അകത്തുണ്ടായിരുന്നു. പുതിയ ഒരാളെ ഉണ്ടാക്കുകയല്ല ചെയ്തത്. പിന്നെയോ ആദത്തിന്റെ വാരിയെല്ലെടുത്ത് വാരിയെല്ലിൽ ചില കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് മാംസങ്ങളൊക്കെ പിടിപ്പിച്ച് എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിലവിൽ ഹവ്വ ആദത്തിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അകത്തുണ്ടായിരുന്ന ആദത്തെ ദൈവം പുറത്തെടുത്തു അവന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പറ്റിയ ജീവിത പങ്കാളിയെ, ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ നിലവിൽ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരാളെ കണ്ടിട്ടുണ്ട്, ദൈവം കരുതിയിട്ടുണ്ട്. സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയത്ത് അത് പുറത്തു വരും. അത് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കണ്ടെന്നേ. ഹവ്വായെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്നാ ചെയ്തു? ആദത്തെ ശാന്തമായിട്ട് കിടത്തി ഉറക്കി. നീ ശാന്തമായിട്ട് കിടക്കുക, നിനക്ക് പറ്റിയ ആളെ ഞാൻ ഉണ്ടാക്കാം. ഇതുപോലെയാ പ്രിയമുള്ളവരെ, നമ്മൾ ശാന്തമായിട്ട് ദൈവകരങ്ങളിൽ നമ്മുടെ ആവശ്യത്തെ സമർപ്പിച്ച്, നമ്മുടെ ഇഷ്ടത്തെ സമർപ്പിച്ച് നമ്മൾ ശാന്തമായി ഇരുന്നാൽ മതി. നമ്മൾ ടെൻഷൻ അടിക്കണ്ട, ഭാരപ്പെടണ്ട, അവിടെ ഇവിടെ ഓടി നടക്കണ്ട, ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ഏറ്റു. ശാന്തത എന്ന് പറയുന്ന വിശ്വാസമുള്ളവർക്കാണ് ശാന്തത ഉണ്ടാകുന്നത്. ദൈവത്തെ ഏൽപ്പിച്ചാൽ ദൈവം അത് കൃത്യസമയത്ത് നമുക്ക് വേണ്ടി ചെയ്തിരിക്കും. ഏറ്റവും വിശ്വസ്തയോടെ ചെയ്തിരിക്കും.
അതുകൊണ്ട് നമ്മൾ അബ്രഹാം ഈ ആദത്തെ പോലെ ശാന്തമായി ഇരുന്നാ മതി. ദൈവം നമുക്ക് പറ്റിയ വ്യക്തിയെ ഒരുക്കി തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ പ്രിയമുള്ളവരെ, ആദത്തിന്റെ അഭിപ്രായം ദൈവം ചോദിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും ബെറ്ററായ, ഏറ്റവും സുന്ദരിയായ, ഏറ്റവും നല്ല ഒരു തുണയെ ദൈവം ഭാര്യയായി ഇതാ ആദത്തിന് കൊടുക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഈ ലക്ഷ്യത്തെ, ഈ ആഗ്രഹത്തെ നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവം നിങ്ങൾക്ക് പറ്റിയ വ്യക്തിയെ കൂട്ടിച്ചേർത്ത് തരും. ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടണം. അപ്പൊ എന്താ വചനം പറയുന്നത്? ആദത്തിന് പറ്റിയ ജീവിത പങ്കാളിയെ ഞാൻ അവന് കൂട്ടിച്ചേർത്ത് തരും. അപ്പൊ ആദ്യത്തെ മനുഷ്യന്, ആദ്യത്തെ ഭാര്യയെ ആരാണ് കൂട്ടിച്ചേർത്ത് കൊടുത്തത്? ദൈവം. ദൈവം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഭൂമിയിലെ സ്ത്രീകളെല്ലാം സുന്ദരിമാരായി കണ്ട് ദൈവമക്കളായിരിക്കുന്നവർ അവരെ ഇഷ്ടപ്പെട്ട് ഇത് അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവരവർ ഭാര്യമാരായി സ്വീകരിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ സ്ത്രീകളെല്ലാം സുന്ദരിമാരായി കണ്ടിട്ട് ദൈവമക്കൾ എന്ന് അവകാശപ്പെട്ടിരുന്നവര്, ദൈവമക്കളായിരിക്കുന്നവര് അവരവരെയൊക്കെ അവരവർക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവരവർ ഭാര്യമാരായി സ്വീകരിച്ചു. ഇതല്ലേ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ സംഭവിക്കുന്നത്? ജീവിത പങ്കാളിയുടെ അല്ലെ പുരുഷന്റെയോ സ്ത്രീയുടെയോ സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ട്, സൗന്ദര്യം മാത്രമാണ് നോക്കുന്നത്. ചെറുപ്പക്കാർ നോക്കുന്നത് സൗന്ദര്യം മാത്രം. അപ്പനും അമ്മയും നോക്കുന്നതില്ല, സമ്പത്തും നോക്കുന്നത്. അപ്പോൾ സൗന്ദര്യം നോക്കി ഇഷ്ടപ്പെട്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന എത്രയോ ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതം ഇന്ന് പരാജയത്തിലെത്തി നിൽക്കുന്നു. ഒരു പെണ്ണ് കാണൽ, ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതറിയുന്നവർ ആദ്യം ചോദിക്കുന്നതാ, പെണ്ണെവിടെയാ? അല്ലേ? പെണ്ണെവിടെയാ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട് എവിടെയാണെന്നല്ല ചോദിച്ചതിന്റെ അർത്ഥം, പെണ്ണ് ഏത് രാജ്യത്താണെന്ന്. ചെറുക്കൻ എവിടെയാ? ഏത് ഇടവക്കാരെന്നല്ല ചോദിച്ചതിന്റെ അർത്ഥം, ചെറുക്കൻ ഏത് രാജ്യത്താണ്. അപ്പൊ ചെറുക്കൻ എവിടെയാണ്, പെണ്ണെവിടെയാ, പെണ്ണിന്റെ ജോലി എന്നതാ. അപ്പൊ ആദ്യം ഒരു വിവാഹ ആലോചന വരുമ്പോൾ എത്ര പ്രാർത്ഥനാക്കാരാന്ന് പറഞ്ഞാലും, എത്ര ഹല്ലേലൂയ പറയുന്നവരാന്ന് പറഞ്ഞാലും, പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ എപ്പോഴും പള്ളിയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നവരാന്ന് പറഞ്ഞാലും, ഒരു കല്യാണ ആലോചന പറഞ്ഞാൽ ഉടൻ പറയുന്നു ചെറുക്കൻ എവിടെയാ, പെണ്ണെവിടെയാ. ഇതറിഞ്ഞാ മതി. ഇതാണ് യോഗ്യത. ഇന്ന് ഈ കാലഘട്ടത്ത് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഇതല്ലേ? ശിഥിലമായിക്കൊണ്ടിരിക്കുക ദാമ്പത്യ ജീവിതങ്ങള്. നമുക്കൊരൊറ്റ കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ, ജോലി ജോലി ജോലി, സമ്പത്ത് സമ്പത്ത് സമ്പത്ത്, ജോലി ജോലി. ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത്? ഫാമിലി വിസ ഉണ്ടോ? എത്ര ഏക്കറുണ്ട്? ഈ ഒരു കാഴ്ചപ്പാടോടെ മാത്രം വിവാഹത്തിൽ ഏർപ്പെടുന്ന ഒരു വലിയൊരു അവസ്ഥയിലേക്ക്, അധപ്പതനത്തിലേക്ക് കാലഘട്ടം വന്നിരിക്കുക. നിങ്ങൾക്കറിയാവോ, ഒരു 30 വർഷം മുമ്പ്, ഒരു 50 വർഷം മുമ്പ് ഡിവോഴ്സ് കേസുകൾ നമ്മുടെ ഇടവകയിലുണ്ടോ? കേട്ടുകേൾവി പോലുമില്ല. അന്നത്തെ ദമ്പതികൾക്ക് വിദ്യാഭ്യാസമില്ല. ഭർത്താക്കന്മാർക്ക് മാത്രം കാണും ജോലി. ചിലപ്പോൾ സ്ത്രീകൾ വീട്ടിലാണ്, അവർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസമില്ല, അറിയില്ല, വിവരമില്ല.
പക്ഷെ അവർക്ക് അവരുടെ ഇടയിൽ ഡിവോഴ്സ് ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് ദമ്പതികൾക്ക് അല്ലേ പരസ്പരം മത്സരിച്ചാണ് വിദ്യാഭ്യാസ യോഗ്യത. ഭർത്താവിനേക്കാൾ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഭാര്യയ്ക്കുണ്ട്. നല്ല ശമ്പളമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന നിലവാരമുണ്ട്, എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്. അതുകൊണ്ട് അതിലധികമായി ഇന്ന് ഫാമിലി പ്രശ്നങ്ങൾ ഇന്ന് വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടവകളില് രൂപതയില് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഇന്ത്യയിൽ ഡിവോഴ്സ് കേസുകളാണ് കിടക്കുന്നത്. എന്താ ഇതിന് കാരണം? അവരുടെ സൗന്ദര്യം കണ്ട് മാത്രം, സമ്പത്ത് കണ്ട് മാത്രം വിവാഹത്തിൽ ഏർപ്പെടുന്ന അവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇതാ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇങ്ങനെയുള്ള തലമുറയെ നോക്കി അവരുടെ ചിന്തകളും ഭാവനയും ദുഷിച്ചത് മാത്രമാണെന്ന് ദൈവം കണ്ടു കഴിഞ്ഞു. ആ തലമുറയാണ് ദൈവം ഇതാ നോഹയുടെ കാലഘട്ടത്ത് പ്രളയം അയച്ച് ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ട് ആകർഷിക്കപ്പെട്ട്, സൗന്ദര്യം കണ്ടോ, സമ്പത്ത് കണ്ടോ, ജോലി കണ്ടോ, വരുമാനം കണ്ടോ, ആരോഗ്യം കണ്ടോ, കളറ് കണ്ടോ, പ്രിയമുള്ളവരെ വിവാഹത്തിൽ ഏർപ്പെടരുത്. ഇത് വലിയൊരു ഉടമ്പടിയാണ്. ദൈവത്തിന്റെ വലിയ ദൗത്യത്തിൽ ഏർപ്പെടുന്ന വലിയൊരു ശുശ്രൂഷയാണിത്. ഹല്ലേലൂയ. മറ്റു പലതും കണ്ടേർപ്പെട്ടാൽ ആഴ്ചകളോ മാസങ്ങളോ ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഭർത്താവ് ഭാര്യയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും, കുറവുകൾ കണ്ടുപിടിക്കും, ഇല്ലായ്മകൾ കണ്ടുപിടിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. കുടുംബജീവിതത്തിൽ ഭിന്നതയുണ്ടാകും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് കൂട്ടിച്ചേർത്ത് തരുന്ന ജീവിത പങ്കാളി അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും ചേർന്നത്. എന്റെ ആത്മീയ ജീവിതത്തിൽ, എന്റെ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും അധികം അനുഗ്രഹമായി മാറുന്നത് ദൈവം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാ, ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാ, ഇത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് ദൈവം കൂട്ടിച്ചേർക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനായി ഈ ഒരു കൃപ അഭിഷേകം നമുക്ക് കിട്ടുവാൻ നമ്മുടെ മക്കൾക്ക്, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചന വരുമ്പോൾ ഈ ഒരു വിധത്തിൽ കാണുവാൻ, സ്വീകരിക്കുവാൻ, ഒരുങ്ങുവാൻ പ്രത്യേകമായി നിങ്ങൾ ഒരുങ്ങണം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എല്ലാ മാതാപിതാക്കളും, എല്ലാ യൗവനക്കാരും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ യുവതി യുവാക്കന്മാരും നിങ്ങളുടെ കാര്യങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളെ സമർപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ വിവാഹ സമയത്ത് കർത്താവേ തെറ്റിപ്പോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റായ തീരുമാനങ്ങളെടുത്ത് വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പി ചോദിക്കാം. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ യുവതി യുവാക്കന്മാരെ, നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് ഇഷ്ടപ്പെട്ട്, പുറമെ കാണുന്നത് ഇഷ്ടപ്പെട്ട് വിവാഹത്തിൽ ഏർപ്പെടാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
വിവാഹവേള അശുദ്ധമായിട്ടുണ്ടെങ്കിൽ അശുദ്ധമായ കാഴ്ചപ്പാടോടെ, തെറ്റായ കാഴ്ചപ്പാടോടെ വിവാഹത്തിൽ ഏർപ്പെട്ടുന്ന എല്ലാ ദമ്പതികളുടെ മേലും നിന്റെ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാൻ, പൊറുക്കുവാൻ, മറക്കുവാനുള്ള കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ മുറിവുകൾ ഉണങ്ങട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹത്തിന് ഒരുങ്ങുന്ന എല്ലാ ദമ്പതികളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, കാഴ്ചയാൽ കാണുന്നത് ഇഷ്ടപ്പെടാതെ നിന്നിൽ നിന്ന് ദർശനം പ്രാപിക്കുവാൻ, നീയാൽ കൂട്ടച്ചേർക്കപ്പെടുന്നത് സ്വീകരിക്കുന്ന വിധം പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന അഭിഷേകം അവിടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ, സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക ശക്തി എല്ലാ ദമ്പതികളുടെ മേലും, എല്ലാ യുവതിവാക്കന്മാരുടെ മേലും വ്യാപരിക്കട്ടെ, കൃപയൊഴുകട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദാമ്പത്യ ജീവിതം അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുടുംബം, അനുഗ്രഹീത കുടുംബം. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.